എങ്ങും ഓണത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ്. ഓണത്തിൻ്റെ വരവറിയിച്ച് കൊല്ലത്ത് കരടികൾ ഇറങ്ങി. കേരളത്തിലെ കാർഷിക സംസ്കാരത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കരടികളി. ഗ്രാമങ്ങളുടെ താളമുള്ള ഈ തനതു നാടൻ കലയെ പുനരുജ്ജീവിപ്പിക്കുകയാണ് പുതിയ തലമുറ. വാഴക്കരിയിലെയും ഈർക്കിൽ കളഞ്ഞ ഓലയും കെട്ടി അലങ്കരിച്ച് ഭാരം കുറഞ്ഞ പാലത്തടി കൊണ്ട് നിർമ്മിച്ച മുഖം മൂടിയും വെച്ച് കരടികൾ ഇറങ്ങി. കയ്യിൽ അമ്പും വില്ലുമായി വേട്ടക്കാരനും. ഗുരുവിന്റെ പ്രകാരം അയകലവൻ കൈവിരൽ മുറിച്ചിടുന്നു. പണ്ട് ഓണമെത്തിയാൽ കൊല്ലം ജില്ലയുടെ പ്രധാന ഭാഗമായ തേവലക്കരയും അരിനല്ലൂരിലെ നാട്ടുവഴികളുമൊക്കെ കരടി സംഘങ്ങൾ കൈയടക്കുമായിരുന്നു. അന്നൊക്കെ ഓണത്തിന്റെ വരവറിയിച്ച് കരടികളി സംഘം വീടുകളിൽ കയറിയിറങ്ങും. ഇന്ന് ക്ലബ്ബുകളിലും സ്കൂളുകളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും മാത്രമായി കരടികളി ഒതുങ്ങി. അന്യം നിന്നു പോകാതിരിക്കാൻ നാളേക്ക് വേണ്ടി നാടിന്റെ തനതു കലയെ ചേർത്തു നിർത്തുകയാണ് പുതിയ തലമുറ. കളങ്ങര രാഘവനാശാന്റെ നേതൃത്വത്തിൽ അരിനല്ലൂർ കരടികളി സംഘമാണ് കൊല്ലം പ്രാക്കുളം ഗവൺമെന്റ് LP സ്കൂളിൽ കരടികളി അവതരിപ്പിച്ചത്. വരുന്ന തലമുറയ്ക്ക് ഇത് പഠിക്കുന്നതിന് വേണ്ടി അരിനല്ലൂർ ജവഹർ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ 500-ൽ പരം പുസ്തകം പാട്ടായിട്ട് ഉള്ള പുസ്തകവും പഴയ റൗണ്ടിലുള്ള CD ഇറങ്ങിയ സമയത്ത് ആ CD-യും പാട്ടുമായിട്ട് ഫ്രീ ആയിട്ട് വിതരണം ചെയ്ത് പുതിയ തലമുറ ഇതിലേക്ക് വരുന്നതിന് വേണ്ടി അരിനല്ലൂർ കരടികളി സംഘത്തിൻ്റെ ലൈബ്രറി അനുസരിച്ച് കോവൂർ ദി കേരള ലൈബ്രറി, ഈ 2 ലൈബ്രറിയും കരടികളി മത്സരം വയ്ക്കുന്നുണ്ട്. എന്തിന്? പുറത്തു നിന്നുള്ള ടീമുകൾ പങ്കെടുക്കണം. ഇതിന് പുതിയ ടീമുകൾ വരുന്നതിന് വേണ്ടി അപാരമായ ട്രോഫിയും കാഷ് അവാർഡും കൊടുത്ത് മത്സരം വയ്ക്കുന്നുണ്ട്. ഐതിഹ്യം മുതൽ ആനുകാലിക സംഭവങ്ങൾ വരെ കരടികളിയുടെ പാട്ടിലുണ്ടാകും. സ്കൂളിലെ കുട്ടികൾക്കും ഈ തനതുകലയെ അടുത്തറിയാൻ പറ്റി. അപ്പോൾ തന്നെ അർജുനൻ ചൊന്നു, ഈ കാട്ടിലെ വീടയോ എന്നെക്കാളും തീരാനുണ്ടെന്ന്. നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ്, നല്ല രസമുണ്ടായിരുന്നു, നല്ല ഭംഗിയൊക്കെ കാണാനുണ്ടായിരുന്നു. ഇഷ്ടമാണ്. കാണും. കൈമണിയും കൈത്താളവുമാണ് കരടികളിപ്പാട്ടിന്റെ വാദ്യോപകരണം. മനോഹരമായ വായ്ത്താരിയും താളവും അതിനൊപ്പം ചുവടുകളും. ജനം, കൊല്ലം.